സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. സന്തോഷവാൻ. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, സന്തോഷിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. പുരോഹിതൻ സന്തോഷവാനാണ്. മുഖത്ത് നിറപുഞ്ചിരിയുമായി അവനെല്ലാവരെയും സ്വീകരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൽ അലയടിക്കുന്ന സന്തോഷത്തിൻ്റെ പ്രതിഫലനമാണ് ആ പുഞ്ചിരി. മറ്റുള്ളവർ അവൻ്റെ ഉള്ളിലെയും പുറത്തെയും സന്തോഷം തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതവും സന്തോഷപൂർണമാകുന്നു. അവൻ്റെ അടുത്തു വരുമ്പോൾ അവർക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അവൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അവരുടെ വേദനകൾക്കും സങ്കടങ്ങൾക്കും ആശ്വാസം ലഭിക്കുന്നു. പുരോഹിതൻ സന്തോഷം അനുഭവിക്കുന്നവൻ മാത്രമല്ല, അത് പകർന്നു നൽകുന്നവനുമാണ്. എന്താണ് പുരോഹിതൻ്റെ ഈ സന്തോഷത്തിൻ്റെ ഉറവിടം? അവന് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലേ? എല്ലാ മനുഷ്യർക്കും അനുഭവപ്പെടുന്ന ദുഃഖങ്ങളും അരക്ഷിതത്വങ്ങളും വേദനകളുമൊന്നും അവനെ അലട്ടുന്നില്ലേ? അവന് ആകുലതകളൊന്നുമില്ലേ? തീർച്ചയായും അവന് ദുഃഖങ്ങളും വേദനകളുമുണ്ട്. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ആകുലതകൾ അവനെയും ബാധിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും കടന്നുപോകുന്ന വേദനകളും രോഗങ്ങളും വാർദ്ധക്യവും മരണവുമെല്ലാം അവനും അവൻ്റെ പ്രിയപ്പെട്ടവർക്കുമുണ്ട്. എന്നാൽ ഇവയെല്ലാം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അല്ലെങ്കിൽ ഇവയുടെയെല്ലാം കൂടെ ജീവിക്കുമ്പോഴും പുരോഹിതൻ സന്തോഷവാനാണ്. അതിൻ്റെ രഹസ്യം ഏറ്റവും പ്രധാനമായി അവൻ്റെ വിശ്വാസം തന്നെയാണ്. അതോടൊപ്പം പൗരോഹിത്യ ശുശ്രൂഷ അവൻ്റെ സന്തോഷത്തിന് ആഴം കൂട്ടുന്നു. പുരോഹിതൻ സന്തോഷവാനാണ് കാരണം ദൈവത്തിലും ദൈവസാന്നിധ്യത്തിലും ദൈവപരിപാലനത്തിലും അവൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവം തന്നെ വ്യക്തിപരമായി അറിയുന്നെന്നും സ്നേഹിക്കുന്നെന്നും അവിടെന്നറിയാതെ തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുമുള്ള ഉത്തമ വിശ്വാസമാണ് അവനെ നയിക്കുന്നത്. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അവയെല്ലാം ഈ വിശ്വാസബോധ്യത്തോടെ നേരിടാൻ അവന് കഴിയുന്നു. ദൈവമാണ് നയിക്കുന്നതെങ്കിൽ താൻ എന്തിന് ഭയപ്പെടണം എന്നവൻ ചോദിക്കുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ കൂടെയും തൻ്റെ ചുറ്റും അനുഭവിച്ചറിയാൻ കഴിയുന്നതിൻ്റെ സന്തോഷമാണ് അവനിൽ കാണുന്നത്. പുരോഹിതൻ്റെ സന്തോഷത്തിന് കാരണമാകുന്ന മറ്റൊരു പ്രധാന ഘടകം അവൻ്റെ സ്വത്വവും ദൗത്യവും തന്നെയാണ്. കർത്താവിൻ്റെ ദൗത്യത്തിലെ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അവനൊത്തിരി സന്തോഷവും സംതൃപ്തിയുമുണ്ട്. ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ശുശ്രൂഷകനാകാൻ അവൻ നിയുക്തനായിരിക്കുന്നു.
ദൈവം അനേകരുടെ ജീവിതത്തിലേക്ക് അയച്ചിരിക്കുന്ന കാവൽ മാലാഖയാണവൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാനും ദുഃഖിക്കുന്നവരുടെ വേദനകളിൽ ആശ്വാസമാകാനും ദൈവം അവന് കൃപ നൽകിയിരിക്കുന്നു. ദൈവത്തോടും ദൈവജനത്തോടുമുള്ള ആത്മാർത്ഥമായ ബന്ധം അവൻ്റെ ജീവിതം നിരന്തരം ആനന്ദപൂരിതമാക്കുന്നു. ആ ബന്ധത്തിൻ്റെ നിർവൃതിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തൻ്റെ സഹയാത്രികരുമായി അവൻ യാത്ര തുടരുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് ഞാൻ അനുഭവിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ സന്തോഷത്തിന് ദൈവത്തിന് നന്ദി പറയുക. വേദനിച്ചും വിഷമിച്ചുമിരുന്ന സഹോദരങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും പകർന്നു കൊടുക്കാൻ ദൈവം എന്നെ അനുവദിച്ച ഏതാനും സാഹചര്യങ്ങൾ ഓർക്കുക. ആ സാഹചര്യങ്ങൾ ഓർത്ത് നന്ദി പറയുക. ദൈവമേ, ഏറ്റവും സന്തോഷത്തോടെ തുടർന്നും ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക.